ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ വടക്കൻ. എടാ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയോ? ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 4 കൺസ്ട്രക്ഷൻസ് ഉണ്ടോ. ഈ 4 കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. എടാ, എല്ലാവരും പേപ്പറും പെന്നും എടുത്ത് സാറെ കൂടെ ഇരുന്ന് ഇതങ്ങ് വരച്ചെടുക്കാം. സെറ്റല്ലേ? സാറ് ചെയ്യാൻ പോവാണ്. ഈ പാഠത്തിലുള്ള ഓരോ കൺസ്ട്രക്ഷനും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാ എന്നുള്ളതും അത് കോമ്പസും സ്കെയിലും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതുമാണ് സാർ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാറെ കൂടെ തരുന്നതോടുകൂടി നിങ്ങൾ സെറ്റാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ മക്കളെ? ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ കൺസ്ട്രക്ഷനും. സെറ്റല്ലേ? പേപ്പർ പെന്നൊക്കെ റെഡിയാണോ? പേപ്പർ പെന്ന് പെൻസിൽ സ്കെയിലും ഒക്കെ സാറൊക്കെ റെഡി ആക്കി എടുത്തു വെക്കുക. യെസ്, റെഡി അല്ലേ? നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോവാണ്. യെസ്, ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടടാ. എന്താ ക്വസ്റ്റ്യൻ? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം. സാർ ആദ്യം സ്കെയിൽ എടുത്തു വെച്ചു. സ്കെയിലിലേക്ക് നമ്മുടെ കോമ്പസ് കൊണ്ടുവന്നു. കോമ്പസിൽ ആദ്യം തന്നെ സാർ എന്തെടുക്കണടാ? 3 സെന്റിമീറ്റർ. ദാ ഇവിടെ 3 സെന്റിമീറ്റർ, കറക്റ്റ് 3 സെന്റിമീറ്റർ കേട്ടോ. 3 സെന്റിമീറ്റർ ഒരു പൊടിക്ക് കൂടാനോ ഒരു പൊടിക്ക് കുറയാനോ പാടില്ല. കറക്റ്റ് 3 സെന്റിമീറ്റർ എടുത്തു വെക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഈ കോമ്പസ് സാർ ഒരു പോയിന്റിൽ കൊണ്ടുവെക്കുന്നു. ഒരു പോയിന്റ് ഇതാ സെന്റർ ഓ എന്ന് പറയുന്ന സെന്ററിൽ കൊണ്ടുപോയി വെക്കുന്നു. കുഴപ്പമില്ലല്ലോ. എന്നിട്ട് നമ്മൾ 3 സെന്റിമീറ്റർ, കറക്റ്റ് 3 സെന്റിമീറ്റർ അല്ലേ ഒന്നുകൂടി ചെക്ക് ചെയ്താളേ. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ മാറിപ്പോകാൻ പാടില്ല. നമ്മൾ പല്ലിളകുമ്പോൾ ഇളകുന്ന കോമ്പസ് ഒന്നും വെച്ച് വരയ്ക്കാൻ പാടില്ല കേട്ടോ. കറക്റ്റ് 3 സെന്റിമീറ്റർ ആണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഈ കോമ്പസ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. എന്ത് വരയ്ക്കാം? സർക്കിൾ വരയ്ക്കാം. അപ്പൊ നമ്മൾ 3 സെന്റിമീറ്ററുള്ള എന്ത് വരച്ചു? സർക്കിൾ വരച്ചു. എടാ മോനെ, നമ്മൾ ഈ കോമ്പസ് ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ സ്കെയിൽ എടുക്കുന്നു. നമ്മുടെ സ്കെയിൽ എടുത്ത് ഈ സെന്ററിൽ നിന്നും, സർക്കിളിന്റെ സെന്ററിൽ നിന്നും സാർ ഉണ്ടല്ലോ ദാ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ പോയിരിക്കുന്നത് ഇതിലെങ്ങനെയാണെന്ന് അറിയോ മക്കളെ? നമ്മൾ പറഞ്ഞ സർക്കിളിലുള്ള ദാ മാർക്ക് എ പോയിന്റ് ഓൺ ദ സർക്കിൾ, മാർക്ക് എ പോയിന്റ് ഓൺ ദ സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സർക്കിൾ മേലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച പോയിന്റിന്റെ പേരാണ് പി എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പണി തുടങ്ങാൻ പോകുന്നത്. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ കോമ്പസ് കൊണ്ടുപോയി വെക്കുക. ഇവിടെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ മക്കളെ? ഈ ഭാഗത്തേക്ക് ഈ സെന്ററിന്റെ ഭാഗത്തേക്ക് ഒരു ഡിസ്റ്റൻസ് എടുക്കുക. സാർ കറക്റ്റ് എത്ര ഡിസ്റ്റൻസ് എടുക്കുന്നത് സ്കെയിൽ വെച്ചൊന്ന് അളന്ന് നോക്കാം കേട്ടോ. നമ്മൾ സാറിന്റെ കോമ്പസ് പല്ലെടുക്കുമ്പോൾ ഇങ്ങനെ ഇളകി കളിച്ചാലും. അതുകൊണ്ട് സാർ കറക്റ്റ് ആയിട്ട് എടുത്തു വെക്കാൻ പോവാണ്. ഇപ്പൊ കറക്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് 2.1 വേണ്ട, 2.1 ഒന്നും വേണ്ട, എനിക്ക് 2 മതി. അത് കറക്റ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കറക്റ്റ് 2 ഒന്നും എടുത്തേക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറച്ചും കൂടി വലുതാക്കി പിടിച്ചാൽ മതി. പിന്നെ കോമ്പസ് ഇളക്കാണ്ട് നിന്നാൽ മതി. സാറ് കോമ്പസിന് ചെറിയൊരു ഇളക്കുള്ളതും കൊണ്ടാണ് സാർ എന്താക്കിയത്? സാറ് ഇതൊന്ന് ജസ്റ്റ് കറക്റ്റ് അളന്നെടുത്തത്. സോ ഇറ്റ് ഈസ് 2.2 എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്താക്കി? ഒരു ആർക്ക് വരച്ചു. കുഴപ്പമില്ലല്ലോ. ഇതേ സാധനം നിങ്ങൾ എവിടേക്കും വരയ്ക്കണം എന്നറിയാം മക്കളെ? ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെയും കറക്റ്റ് 2. ആ അളവ് എന്താക്കാൻ പാടില്ല, മാറ്റാൻ പാടില്ല കേട്ടോ. സാർ അളവ് മാറ്റരുത് എന്ന് പറഞ്ഞ് നമ്മൾ സാറിന്റെ കോമ്പസ് ഇങ്ങനെ ഇളകി പോകുന്നത് കൊണ്ടാണ് സാർ ജസ്റ്റ് സ്കെയിലൊക്കെ വെച്ച് അളക്കുന്നത്. നിങ്ങൾ അങ്ങനെ എന്താക്കണ്ട, സ്കെയിലൊന്നും വെച്ച് നമ്മുടെ ഇതൊന്നും വെച്ച് അളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താക്കിയാൽ മതി, കറക്റ്റ് ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ആ കോമ്പസിന്റെ അളവ് മാറ്റാണ്ട് 2 സൈഡിലേക്കും എന്താക്കുക? ഓരോ ആർക്ക് ഇട്ട് വെക്കുക. കുഴപ്പമുണ്ടോ? ആർക്ക് ഇട്ട് വെച്ചു. നെക്സ്റ്റ് ആണ് നമ്മുടെ പണി തുടങ്ങാൻ പോകുന്നത്. ഈ പറയുന്ന നമ്മുടെ കോമ്പസ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ ആർക്കുമ കൊണ്ടുപോയി വെക്കുക. വീണ്ടും കുറച്ച് നമ്മുടെ കോമ്പസ് എന്താക്കുക? ഒന്ന് വലുതാക്കുക. സാർ ഒരു കറക്റ്റ് അളവ് എടുക്കുക കേട്ടോ. ഈ ഒരു അളവിലെടുത്തു. പിന്നെ അളവ് മാറ്റാൻ പാടില്ല. ഒരു അളവ് എടുത്താൽ പിന്നെ അളവ് എന്താക്കാൻ പാടില്ല? മാറ്റാൻ പാടില്ല. ഈ മാറ്റാത്ത അളവിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരാർക്ക് മുകളിൽ കണ്ടോ? അതേപോലെ ഒരാർക്ക് താഴത്ത് വിടണം. ഓക്കെ അല്ലേ? സാറ് താഴത്ത് വരെ ഇങ്ങനെ ആർക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, താഴത്ത് വരെ ആർക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്താക്കിയാൽ മതി? ഒരാർക്ക് ഇട്ടാൽ മതി. ഇത് ആ സാറ് ഇങ്ങ് മായിച്ചാലാണ് കേട്ടോ. മോളും താഴത്ത് ഓരോ ആർക്ക് ഇട്ടാൽ മതി. അതേ സാധനം എടുത്തതാ ഈ പോയിന്റിലും കൊണ്ടുപോയി വെക്കുക. അളവ് മാറ്റരുതേ. സാർ അളവ് മാറ്റിയില്ലേ? അളവ് മാറ്റാതെ തിരിച്ച് ഇങ്ങോട്ട് ഒരു ആർക്ക് ഇടുക. കണ്ടോ? മുകളിലും ആർക്കിടണം, താഴത്തും ആർക്കിടണം. ഇതിൽ നിങ്ങൾ കണ്ടോ? താഴത്ത് ആർക്ക് കൂട്ടി മുട്ടാണ്ടായപ്പോ സാർ എന്താക്കി? ഇതിനെ തിരിച്ചു കൊണ്ടുവന്ന് ഒന്നും കൂടി എന്താക്കുന്നു? കൂട്ടി മുട്ടിക്കുന്നു. അതായത് ആർക്ക് വീണ്ടും വരയ്ക്കുന്നു. അളവ് മാറിപ്പോരുതേ. അനാവശ്യമായിട്ട് ഇങ്ങനത്തെ ആർക്ക് ഇത്രയൊന്നും വേണ്ട. ജസ്റ്റ് മുകളിലും ആ 2 ലൈനും തമ്മിൽ കൂട്ടിമുട്ടിയതും അതുപോലെ തന്നെ താഴത്ത് ആ 2 ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടിയതും മാത്രം മതി കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് സാർ ഈ ഒരു നമ്മുടെ ഈ പറയുന്ന TV-യിലുള്ള കോമ്പസ് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് മക്കളെ. നമ്മൾ ഒന്നുകൂടി ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? 3 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു. ഈ സെന്ററിൽ നിന്നും നമ്മൾ എന്താക്കി? ഒരു ലൈൻ നേരെ ഇങ്ങനെ വരച്ചു വെച്ചു. അത് പിയിലൂടെയാണ് കടന്നു പോകുന്നത്.
കുഴപ്പമില്ലല്ലോ. ഈ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ നോക്കിയേ, ഈക്വൽ ഡിസ്റ്റൻസിൽ ഇവിടേക്ക് ഒരു ആർക്ക് ഇട്ടു, തിരിച്ച് ഓപ്പോസിറ്റ് ഇവിടേക്ക് ഒരു ആർക്ക് ഇട്ടു. അത് സെയിം ഡിസ്റ്റൻസ് ആവണം കേട്ടോ. അത് ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവാൻ പാടില്ല, മാറാൻ പാടില്ല. ഇനി നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഈ പറയുന്ന പോയിന്റിലും കോമ്പസ് വെച്ചിട്ട് ഒരേ അളവ് മാറ്റാൻ പാടുണ്ടോ? പാടില്ല. അളവ് മാറ്റാതെ ഈ ഒരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞിട്ട് മുകളിലൊരാർക്ക് താഴത്തൊരാർക്ക്, അതുപോലെ തന്നെ തിരിച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് മുകളിലൊരാർക്ക് താഴത്തൊരാർക്ക്, ഈ രണ്ടാർക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കിയിട്ടുണ്ട്, കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവുകയാണടാ. നമ്മുടെ സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന രണ്ട് ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിന്റിലൂടെ നമ്മൾ എന്താക്കാൻ പോവുകയാണ്, ഒരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഈ പറയുന്ന കൂട്ടിമുട്ടിയ പോയിന്റിൽ നിന്നും ഈ പറഞ്ഞ കൂട്ടിമുട്ടിയ പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതോടുകൂടി നമുക്ക് കിട്ടിയടാ 3 മാർക്ക്. ടാൻജന്റ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താക്കണം, ഈ പറഞ്ഞതുപോലെയാണ് ടാൻജന്റ് വരയ്ക്കേണ്ടത്. ഒരു സർക്കിളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ നമ്മൾ വരയ്ക്കുന്ന ടാൻജന്റ് എപ്പോഴും എന്തായിരിക്കും, ഈ പറഞ്ഞ രീതിയിലായിരിക്കും വരയ്ക്കേണ്ടത്. ഇത് സെറ്റാണോ? സെറ്റ് അല്ലേ? യെസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ വളരെ ഈസിയാണ്. നമ്മൾ പണ്ട് സർക്കിൾസിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ സർക്കിൾസ് പഠിച്ചത് നമ്മൾ എന്താക്കിയതായിരുന്നു, ഒരു പെൻസിൽ ചിഹ്നം വരച്ചത് ഓർമ്മയുണ്ടോ? യെസ്, അതുപോലെയാണ് ഇതും വരയ്ക്കുന്നത്. പക്ഷേ അത് സർക്കിളിന് ഉള്ളിലായിരുന്നു ട്രയാങ്കിൾ, ഇപ്പൊ സർക്കിളിന്റെ പുറത്താണ് ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന്. യെസ്, ദ ക്വസ്റ്റ്യൻ സേസ് ദാറ്റ് ഒരു സർക്കിൾ വരയ്ക്കണം. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. നോ പ്രോബ്സ്, ആയിക്കോട്ടെ. ആൻഡ് ഡ്രോ എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സർക്കിൾ വരയ്ക്കണം, അതിന്റെ പുറത്തു കൂടി ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ഈ ട്രയാങ്കിളിന്റെ ആംഗിളുകളൊക്കെ എന്താവണം എന്നാ പറഞ്ഞത്? 40, 60, 80. നമുക്ക് 2 മതി കേട്ടോ. എപ്പോഴും നമുക്ക് എത്ര മതി? 2 മതി. സാർ ഇപ്പതാ ഇവിടുന്ന് 40 എടുത്തു, അതുപോലെ തന്നെ 60 എടുത്തു, 80 എടുത്തില്ല. കാരണം എന്താ അറിയോ, എനിക്ക് 2 ആംഗിൾ മതി, മറ്റേ 3ാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഓക്കെ, സോ സ്റ്റാർ 40ഉം 60ഉം എടുത്തു. എന്നിട്ട് നമ്മൾ സർക്കിൾസ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ എടുത്തതായിരുന്നു. എന്തെടുത്തതായിരുന്നു? ഡബിൾ. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് 180ൽ നിന്നും ഇത് കുറയ്ക്കും. 180ൽ നിന്നും 40 കുറച്ചാൽ നമുക്ക് 140 കിട്ടും. കുഴപ്പമുണ്ടോ? യെസ്. നെക്സ്റ്റ് 180ൽ നിന്നും ഈ 60 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 120 കിട്ടും. അപ്പൊ നമുക്ക് 140 കിട്ടി, 120 കിട്ടി. ഇതൊക്കെ എവിടെ ഉപയോഗിക്കേണ്ടത് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. റെഡി അല്ലടാ? അപ്പൊ മക്കളെ, നമ്മള് 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കാൻ പോവുകയാണ്. സാറ് കോമ്പസ് എടുത്തു. കോമ്പസിൽ എന്ത് വേണം നോക്കണടാ? കോമ്പസിൽ സാറ് ഇതിന്റെ റേഡിയസ് ഒന്ന് മെഷർ ചെയ്യണം. യെസ്, സ്കെയിൽ വെച്ച് കാണിട്ട് നമ്മുടെ കോമ്പസ് വെച്ച് കാണിട്ട് സ്കെയിൽ ഉപയോഗിച്ച് നമ്മുടെ റേഡിയസ് മെഷർ ചെയ്യുന്നു. യെസ്, it is 3 സെന്റിമീറ്റർ. എടാ 3.1 2.9 ഒന്നും എടുക്കാൻ പാടില്ല. കൃത്യം എന്താവണടാ? 3 സെന്റിമീറ്റർ എടുത്തതിന് ശേഷം നമ്മൾ എന്താക്കുന്നു? നമ്മുടെ സർക്കിൾ ഇങ്ങോട്ട് വരയ്ക്കുന്നു. വരച്ചു സർക്കിൾ വരച്ചു. ഡൗട്ട് ഉണ്ടോ? ഈ സർക്കിൾ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടെ ഒരു റേഡിയസ് വരച്ചു വെക്കണം. ഈ പറയുന്ന സെന്ററിൽ നിന്നും നമ്മൾ എന്താക്കുന്നു? ഒരു റേഡിയസ് സർക്കിളിലേക്ക് വരച്ചു വെക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ നമ്മുടെ വില്ലനായിട്ടുള്ള പ്രൊട്രാക്ടറിനെ കൊണ്ടുവരുന്നു. യെസ്, പ്രൊട്രാക്ടർ വന്നു. കണ്ടോ? ഈ പ്രൊട്രാക്ടർ കറക്റ്റ് സർക്കിള് സെന്ററിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്നും എത്ര ഡിഗ്രി എടുക്കണം എന്നറിയോ മക്കളെ? നമുക്ക് ഇവിടെയുള്ളത് 140 ഡിഗ്രിയാണ്. 140 ഡിഗ്രിയാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ 140 ഡിഗ്രിയുടെ നേരെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ആ 140 ഡിഗ്രിയുടെ നേരെ മാർക്കിംഗ് കൊടുത്താൽ മാത്രം പോരാ, അവിടെ ഒരു ലൈൻ വരയ്ക്കണം. യെസ്, സാറ് തൽക്കാലം മടിയനായതുകൊണ്ട് പ്രൊട്രാക്ടർ തന്നെ വെച്ച് ഒരു ലൈൻ വരയ്ക്കുകയാണ് മക്കളെ. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം കേട്ടോ. എടോ, പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കൽ നടക്കൂലെന്ന് തോന്നുന്നു. യെസ്, സാറ് മടിയനാണ്. മടിയൻ മല ചുമക്കുന്നു പറഞ്ഞോടെ അവസാനം സാർ എന്തിനെ തന്നെ കൊണ്ടുവരേണ്ടി വന്നു? ഈ പറഞ്ഞ നമ്മുടെ സ്കെയിലിനെ തന്നെ കൊണ്ടുവരേണ്ടി വന്നു. എവിടെ? യെസ്, നമ്മൾ സ്കെയിലിനെ കൊണ്ടുവന്ന് ഈ സെന്ററിൽ നിന്നും ഈ പറയുന്ന ആംഗിളിലേക്ക് എത്ര ഡിഗ്രി ആയിരുന്നടാ? നമ്മൾ 140 ഡിഗ്രിയിലേക്ക് സ്കെയിലുമേൽ ആംഗിൾ വരുന്നുണ്ട് അല്ലേ? യെസ്, 140 ഡിഗ്രിയിലേക്ക് സാർ ഒരു ലൈൻ വരച്ചു. കുഴപ്പമില്ലല്ലോ. ഇനി 140 എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും സാർക്ക് ഒരു ആംഗിളൂടെയും വരയ്ക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് അത് എത്ര ഡിഗ്രിയാടാ നമുക്ക് വരയ്ക്കേണ്ടത്? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നു 120 ഡിഗ്രി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര ഡിഗ്രിയാണ്? 120. എവിടെയാടാ 120? ഇതാ ഇവിടെയാണ് 120. ഈ 120യിലേക്ക് നമ്മൾ എന്താക്കണം? ഒരു ലൈനും കൂടി വരയ്ക്കേണ്ടതുണ്ട്. യെസ്, സാറ് സ്കെയിൽ വീണ്ടും തിരിച്ചുകൊണ്ടുവരുന്നു. സ്കെയിലൊക്കെ നമ്മൾ സുഖമാണ് എവിടെ തിരിക്കാന്നറിയോ? നമ്മൾ നോട്ട്ബുക്കിൽ നിന്നൊക്കെ സ്കെയിൽ തിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ടി വിൻ്റെ ഇതിൽ വെച്ചിട്ടുണ്ടല്ലോ,
സ്കെയിൽ തിരിക്കണമെങ്കിൽ വേറെ B.Ed പഠിക്കണം എന്നാണ് കേട്ടത്. യെസ്, ഈ 120 ഡിഗ്രിയിലേക്ക് സാർ എന്താക്കുന്നു, ജസ്റ്റ് ഒരു ലൈൻ ഇതാ എടാ പോയി. യെസ്, സെന്ററിൽ നിന്നും സാറ് ഒരു ലൈനും കൂടി വരച്ചു വെക്കുന്നു. ഈ ലൈനൊക്കെ സാറ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് ഈ പറയുന്ന എല്ലാ ലൈനിനെയും സാറ് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. കാരണം നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളതാണ്. എവിടെ 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 ഇവിടെ 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 എവിടെ അവിടെ നിൽക്കൂ ഉണ്ണി, അവിടെ നിൽക്കൂ. യെസ്, ഈ ലൈനിനെയും സാർ ഒന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. കാരണം നമുക്ക് ആവശ്യമുണ്ട്. എവിടെ പോയി എവിടെ പോയി എവിടെ പോയി. യെസ് മക്കളെ, അതുപോലെ നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ലൈന്, ഈ ഒരു റേഡിയസിനെയും സാറ് നീട്ടി വരയ്ക്കുന്നു. ഓക്കെ അല്ലടാ? സാറ് തൽക്കാലം ഈ സ്കെയിലിനെ സൈഡ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. സാർ ഓർമ്മിപ്പിച്ചറിഞ്ഞ ആ സൈഡിലാണ് സ്കെയിലുള്ളത്. യെസ്, നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് പറയടാ? നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫിഗറിൽ കണ്ടില്ലേ, ഈ ഒരു ലൈൻ വരച്ചതുപോലെ നമ്മൾ ഇനി ഈ പറയുന്ന എല്ലാ സൈഡിലേക്കും, ഈ സൈഡിലേക്ക് പോയതിനെയും ഈ സൈഡിലേക്ക് പോയതിനെയും ഈ സൈഡിലേക്ക് പോയതിനെയും ഒക്കെ എന്താക്കാൻ പോവാണ്, വരയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്ത് നിന്ന് തരണം. പെട്ടെന്ന് വരയ്ക്കണം കേട്ടോ. നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കണേ. യെസ്, സാർ കോമ്പസ് കൊണ്ടുവരുന്നു, ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. സാർ അളവെടുക്കുന്നു. കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. സാർ ഈക്വൽ ഡിസ്റ്റൻസിൽ എടുക്കുന്ന അളവ് മാറ്റാൻ പാടില്ല കേട്ടോ. യെസ്, സാർ കുറച്ച് അളവിൽ എന്താക്കുന്നു, ഇതിനെ എടുക്കുന്നു. എടുക്കുന്ന അളവ് നിങ്ങൾ എന്താക്കാൻ പാടില്ല, മാറ്റാൻ പാടില്ല. കറക്റ്റ് അളവ് എടുത്താൽ പിന്നെ കോമ്പസ് പല്ലെടുക്കും പോലെ ഇളകി 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 കളിക്കാൻ പാടില്ല. യെസ് മക്കളെ, നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് താഴോട്ട് വരയ്ക്കുന്നു. കുഴപ്പമുണ്ടോ? അതുപോലെ ഈ സൈഡിലും നമ്മൾ എന്താക്കുന്നുടാ, ഒരാർക്ക് ഈ സൈഡിലും വരയ്ക്കുന്നു. അളവ് മാറ്റാൻ പാടുണ്ടോ? അളവ് മാറ്റാൻ പാടില്ല. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ ഈ കോമ്പസ് എടുത്ത് കാണിട്ടതാ നമ്മൾ ആർക്ക് വരച്ചെടുത്ത് കൊണ്ടുപോയി വെക്കുന്നു. അളവ് കുറച്ചൊന്ന് കൂട്ടുന്നു. കുറച്ച് കൂട്ടിയാൽ മതിട്ടോ, കുറെ കൂട്ടൊന്നും വേണ്ട. ജസ്റ്റ് കുറച്ചൊന്നും കൂടി കൂട്ടുന്നു. കൂട്ടിയ അളവ് പിന്നെ എന്താക്കാൻ പാടില്ല, മാറ്റാൻ പാടില്ല. ഇവിടെ ഒരു ആർക്ക്, മുകളിൽ ഒരു ആർക്ക് ഇട്ടു. അതുപോലെ തന്നെ സാറ് താഴോട്ട് കൊണ്ടുവന്നിട്ട് താഴത്തും ഒരു ആർക്ക് ഇട്ടു. എന്തിട്ടു? ആർക്കിട്ടു. കണ്ടില്ലേ? താഴത്തും ആർക്കിട്ടു, മുകളിലും ആർക്കിട്ടു. ഇനി ഈ കോമ്പസ് നമ്മൾ മറ്റേ ആർക്കുമില്ല, നേരത്തെ ഇട്ട ആർക്കുമ കൊണ്ടുപോയി വെക്കുന്നു. അളവ് മാറ്റാൻ പാടുണ്ടോ? അളവ് മാറ്റാൻ പാടില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് സാറ് വീണ്ടും എന്താക്കുന്നു, എവിടെ പോയി. യെസ്, സാർ ഇവിടെ വെച്ചിട്ട് എന്താക്കുന്നു, ഒരാർക്ക് ഇതുമലേക്ക് ഇടുന്നു. അതുപോലെ തന്നെ നമ്മൾ മുകളിലുള്ള ഇതുമലേക്കും എന്താക്കുന്നു, ഒരാർക്ക് ഇടുന്നു. പക്ഷെ മുകളിലത്തെ ആർക്ക് എന്തായില്ല, തട്ടിയില്ല. അത് വിചാരിച്ച് നമ്മളെ കോമ്പസ് ചെറുതാക്കാൻ പാടുണ്ടോ? പാടില്ല പാടില്ല, പാടെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്ത് കൂടാ. എടാ, കോമ്പസ് ഇപ്പുറത്തുള്ള ആർക്കുമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നമ്മളെ കോമ്പസ് ഒന്നും കൂടി അങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ യെസ്, എവിടെ 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 അളവ് മാറ്റാതെ ആ ആർക്ക് ഇങ്ങനെ ഇട്ട് വെക്കാം. കുഴപ്പമില്ലല്ലോ. യെസ്, ഇതേ പണി. എവിടെ പോയി ആർക്ക്? എവിടെ പോയി സാർ? യെസ്, ഇതാ ആർക്ക് ഇട്ടിരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ പണി എവിടെയൊക്കെ എടുക്കണം? ഈ പറഞ്ഞ 3 ലൈൻമേൽ എടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ സ്കെയിലേറ്ററെ കൊണ്ടുവരിക. അതാ നമ്മുടെ സ്കെയിലേറ്ററെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ കൃത്യം എത്ര ഡിഗ്രിയിലാണ്? 90 ഡിഗ്രി. സ്കെയിൽ ഈ പറയുന്ന 2 പോയിന്റുകളെ കൃത്യമായിട്ട്, സ്കെയിലിന് കുറച്ച് വലിപ്പം കൂടുതലാ. യെസ്, ഈ പറയുന്ന 2 പോയിന്റുകൾ തമ്മിൽ, ആർക്കിട്ട 2 പോയിന്റുകൾ തമ്മിൽ കൃത്യമായിട്ട് യോജിപ്പിച്ച് വെക്കുക. അയ്യോ യെസ്, ദ ലൈൻ ഈസ് ഹിയർ. ആ ലൈൻ അവിടെ വരച്ചു വെക്കുക. ഒന്നാമത്തെ ലൈൻ നമ്മൾ വരച്ചു. ഇതുപോലെ 3 സൈഡിലും നമുക്ക് വരയ്ക്കണം. പെട്ടെന്ന് സാറിന്റെ കൂടെ നിന്നാടാ ഈ സർക്കിളും ഈ ലൈനും തട്ടുന്ന ഈ പോയിന്റിൽ കൊണ്ടുവന്നു. സെറ്റ് അല്ലേ? സാർ കുറച്ച് ആർക്ക് ചെറുതാക്കി. ഓക്കെ, അളവ് മാറ്റരുത് കേട്ടോ. ഒരു പ്രാവശ്യം എടുത്ത അളവ് ഇവിടെ എടുത്ത ആർക്ക് തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കണം. യെസ്, ഇതേ അളവ് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എന്താക്കുന്നു, അളവ് മാറിപ്പോയി. അളവ് മാറ്റരുത് എന്ന് ഞാൻ സാറോട് പറഞ്ഞതാ. സാറ് കേട്ടില്ല. ഇവിടെ നോക്കിയേ, ഇവിടേക്ക് എടുത്ത അളവ് ഏതായിരുന്നു? യെസ്, ഈ അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെ? അതേ അളവ് തന്നെ ഇപ്പുറത്തെ സൈഡിൽ എന്താക്കുക, കൊണ്ടുവരിക, ഒരാർക്ക് ഇടുക. കുഴപ്പമുണ്ടോ? ഇനി നമ്മൾ ആ ആർക്കുമിലേക്ക് കൊണ്ടുപോയി വെക്കുക. 2 ആർക്കുമിൽ കൊണ്ടുപോയി വെക്കുക. ഈ പറഞ്ഞ നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് ഒന്ന് കൂട്ടുക. കുറെ കൂട്ടാൻ പാടുണ്ടോ? പാടില്ല, കുറച്ചൊന്ന് കൂട്ടിയാൽ മതി. എന്നിട്ട് ഒരാർക്ക് ഇവിടെ ഇടുക. അതേ അളവിൽ ഒരാർക്ക് എവിടെ ഇടുക, താഴ്ത്ത് വിടുക. അതാ കണ്ടോളി സാറ്, താഴ്ത്ത്. അളവ് മാറിപ്പോയി. ഇവിടെ പിടിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നേ. ഇപ്പുറത്തെ അളവ് നോക്കിയേ. ഇതാണ് സാറേ അളവ്. റെഡിയല്ലേ? യെസ്. ഇനി അളവ് മാറ്റരുത് കേട്ടോ സാറേ. ഇവിടെ ഒരു ആർക്ക് ഇട്ടു. ഇതേ അളവിൽ എന്താക്കുന്നു, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നിട്ട് അവിടെയും ഒരു ആർക്ക് ഇടുന്നു. സെറ്റ് അല്ലേ? ഇനി ഈ പറയുന്ന കോമ്പസ് നമ്മൾ നേരെ ഈ പോയിന്റിലേക്ക്, ഈ ബിന്ദുവിലേക്ക് കൊണ്ടുവരുന്നു. എവിടെ പോയി? യെസ്, ഈ ബിന്ദുവിലേക്ക് കൊണ്ടുവരുന്നു, ഈ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ ആർക്കിനെ ഇങ്ങോട്ട് കൂട്ടിമുട്ടിക്കുന്നു.
യെസ്, അതുപോലെ ഈ സൈഡിലും നമ്മൾ എന്താക്കുന്നു, ജസ്റ്റ് കൂട്ടിമുട്ടിക്കുന്നു. തെറ്റല്ലേ? ഈ രണ്ട് പോയിന്റുകളും കൂട്ടിമുട്ടിയ ഈ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ, ഈ പോയിന്റും അതുപോലെ തന്നെ ഈ പോയിന്റും അത് തമ്മിൽ എന്തുകൊണ്ട് വരയ്ക്കണം? നമ്മള് സ്കെയില് കൊണ്ട് വരയ്ക്കണടാ. എവിടെ സ്കെയിൽ എവിടെ? യെസ്, സ്കെയിൽ ഉപയോഗിച്ച് ഈ ബിന്ദുവിലൂടെ നമ്മൾ എന്താക്കണടാ, ഒരു വര വരയ്ക്കണം. കറക്റ്റ് പോയിന്റ് തട്ടണം കേട്ടോ. സാറേ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് സാറേ, അങ്ങനെ ഗ്യാപ്പ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, കറക്റ്റ് തട്ടണം. തട്ടിയില്ലെങ്കിൽ തട്ടിക്കണം, എന്ത് വില കൊടുത്ത് നമ്മൾ എന്താക്കണം, തട്ടിക്കണം. ഈ ലൈന് നമ്മൾ എന്താക്കുന്നു, ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. സാർ എവിടെ വരച്ചേ. യെസ്, ഈ ലൈനെ നമ്മൾ എന്താക്കുന്നു, ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. റെഡി അല്ലടാ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നമ്മൾ രണ്ട് സൈഡിൽ ഇതേ പണി എടുത്തു. ഇതേ പണി നമ്മൾ എവിടെ എടുക്കണം? മൂന്നാമത്തെ സൈഡിൽ എടുക്കണം, ഈ സൈഡിലേക്കും എടുക്കണം. അതിന് നമ്മൾ കോമ്പസ് ദാ ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു. എവിടെ പോയി? യെസ്, കോമ്പസ് നമ്മൾ ദാ ഈ പോയിന്റിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു. സെറ്റല്ലേ? വലിയ അളവൊന്നും എടുക്കണ്ട, ചെറിയൊരു അളവ് എടുത്താൽ മതി. പക്ഷെ അളവ് എടുക്കുന്ന അളവ് എന്താക്കാൻ പാടില്ല, മാറ്റാൻ പാടില്ല. സെറ്റല്ലേ? നമ്മൾ ഇവിടേക്ക് എടുക്കുന്ന ഈ ഒരു അളവ് നമ്മൾ കൃത്യമായിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. എന്ത് വരയ്ക്കുന്നു? ആർക്ക് വരയ്ക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഇതേ സാധനം നമ്മൾ ഇതാ സർക്കിളിന്റെ മറ്റേ സൈഡിലും നമ്മൾ എന്താക്കുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. യെസ്, ആർക്ക് അപ്പുറത്തും വരച്ചു, ഇപ്പുറത്തും വരച്ചു. നെക്സ്റ്റ് നമ്മൾ എന്താക്കാൻ പോകുന്നു, ഈ പറയുന്ന കോമ്പസ് ഈ ആർക്കിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു. ഇതാ കണ്ടോ, ഇവിടെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ചെറുങ്ങനെ അളവ് കൂട്ടുന്നു, കുറച്ചളവൊന്ന് കൂട്ടുന്നു. കുഴപ്പമില്ലല്ലോ. എന്നിട്ട് നമ്മൾ മുകളിൽ ഒരു ആർക്ക് ഇട്ടു, അതേപോലെ നമ്മൾ എവിടെ ഇടുന്നു, താഴത്തു ഒരു ആർക്ക് ഇട്ടും. അളവ് മാറ്റാൻ പാടില്ല. യെസ്, നമ്മൾ മുകളിലും താഴത്തു ഒരു ആർക്ക് ഇട്ടു. ഇനി നമ്മൾ ഈ കോമ്പസ് മറ്റേ നേരത്തെ എടുത്ത ആർക്കിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു. എവിടെ അളവ് മാറ്റാൻ പാടില്ല കേട്ടോ. ഇവിടെ ഈ സൈഡിലേക്ക് ഇട്ട ആർക്കിലേക്ക് നമ്മൾ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇട്ട ആർക്കുമേൽ എന്താക്കുന്നു, ജസ്റ്റ് നേരത്തെ ഇട്ട അതേ ആർക്കുമേൽ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ഒരു ആർക്ക് ഇടുന്നു. അതേ അളവ് തന്നെ നമ്മളെ മുകളിൽ ഇവിടെയും ഒരു ആർക്ക് ഇടുന്നു. കുഴപ്പമില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടന്നു പോകുന്ന, ഈ ക്വസ്റ്റ്യനിലേക്കൊക്കെ കടന്നുപോയി, മുകളിലേക്കൊക്കെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പുതിയ പേപ്പർ എടുത്തിട്ട് നടുവിൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഗവൺമെന്റിന് നിങ്ങൾ പേപ്പർ ലാഭിക്കാൻ വേണ്ടിയിട്ട് എന്താക്കണ്ട, മുക്കിലും മൂലയിലൊന്നും പോയി ചെയ്യരുത്. കാരണം ത്രികോണത്തിന്റെ മൂല ചിലപ്പം അപ്പുറത്തവന്റെ പേപ്പറായി പോകും. അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കരുത്. ഇപ്പൊ കണ്ടില്ലേ, എന്റെ ക്വസ്റ്റ്യനിലേക്കാണ് എന്തായത്, ഇതിന്റെ മൂല പോകുന്നത്. ഈ മൂല കിട്ടുമോ ആവോ? ഇവിടെ ശ്രദ്ധിച്ചോളി മക്കളെ. യെസ്, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ പറഞ്ഞ രണ്ട് പോയിന്റുകൾ നമ്മൾ യോജിപ്പിക്കണം. ഇനി നേരത്തെ വരച്ചതുപോലെ ഈ രണ്ട് പോയിന്റുകൾ ഈ പോയിന്റും നമ്മൾ ഇനി യോജിപ്പിച്ച് വെക്കേണ്ടതുണ്ട്. സോ സാർ ജസ്റ്റ് ഒന്ന് എവിടെ പോയി സ്കെയിലൊക്കെ ഭയങ്കര വലിപ്പാട്ടോ. ഫസ്റ്റ് സാർ ഈ പോയിന്റിൽ വെച്ച് കണ്ടിട്ട് സാർ ഈ പറയുന്ന പോയിന്റിലേക്ക് കറക്റ്റ് ആക്കി വെക്കാൻ പോവാണ്. എന്നിട്ട് സാർ സ്കെയിലിന് നീളം കൂട്ടാൻ പോവാണ്. മിക്കവാറും ഇതിന്റെ മൂല അപ്പുറത്തെ വീട്ടിലെ കണ്ടത്തിലായിരിക്കും. യെസ്, ഇവിടെ നിന്ന് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് നേരെ ഒരു ലൈൻ നേരെ ഒരു ലൈനായിട്ട് വരയ്ക്കുന്നു. യെസ്, ഇതിലെങ്ങനെ കടന്നു പോകുന്നുണ്ട് ആ ലൈന്. ഇവിടെ നിക്കടാ. യെസ്, നമ്മൾ ആ ലൈന് നേരെ ഇങ്ങനെ വരയ്ക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അപ്പുറത്തുള്ളവന്റെ പേപ്പറിലാണ് ഇതിന്റെ മൂലുള്ളത്. അതുപോലെ നിങ്ങളുടെ ആൻസർ സംഭവിക്കാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യണടാ, കൃത്യമായിട്ട് നടുവിലേക്കായിട്ട് വരയ്ക്കണം. ഇതിപ്പോ വലിയ സർക്കിൾ 3 സെന്റിമീറ്ററിന്റെ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഈ 3 സെന്റിമീറ്ററുള്ള സർക്കിൾ ഒക്കെ ഈ പേജിൽ വരയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇത്രയും വലിയ ഇതിലേക്ക് താങ്ങാനുള്ള കഴിവില്ല. ഈ മൂലണ്ടല്ലതാ ഇവിടെ പോയി തട്ടുന്നുണ്ട്. അത് നിങ്ങൾ എന്താക്കണം മക്കളെ, കൃത്യമായിട്ട് പേപ്പറിൽ വരയ്ക്കുന്ന സമയത്ത് സെന്ററിലേക്ക് എടുത്ത് വരയ്ക്കാൻ ശ്രമിക്കണം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫിഗർ. യെസ് മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണടാ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കടാ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. സാറിതാ ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റിൽ കോമ്പസ് കൊണ്ട് വെച്ചിട്ടാണോ സാർ മെഷർ ചെയ്യുന്നത്? കാരണം എന്താ വെച്ചാൽ അളവ് മാറിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. യെസ്, നമ്മൾ എത്ര സെന്റിമീറ്റർ എടുക്കേണ്ടതാ? 3 സെന്റിമീറ്റർ. എവിടെ 3 സെന്റിമീറ്റർ സാർ മെഷർ ചെയ്യുന്നു. കണ്ടോ 3 സെന്റിമീറ്റർ മെഷർ ചെയ്യുന്നു. ഈ പറയുന്ന 3 സെന്റിമീറ്ററിൽ സാർ എന്താക്കുന്നു, ഒരു സർക്കിൾ വരയ്ക്കുന്നു. വട്ടം വരച്ചു. യെസ്, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ മക്കളെ, ഈ പോയിന്റിൽ നിന്നും, ഈ പറയുന്ന സെന്ററിൽ നിന്നും സാർ എന്താക്കുന്നു എന്നറിയോ, സെന്ററിൽ നിന്നും ഒരു ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. എത്ര സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കണമെന്ന് അറിയാം മക്കളെ, 7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കണേ. സോ കറക്റ്റ് 7 സെന്റിമീറ്ററിലാണ് എത്തിയിട്ട് അവിടെ നിർത്തുക. കണ്ടോ,
7 സെന്റിമീറ്ററിൽ കറക്റ്റ് അവിടെ നിർത്തുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 7 സെന്റിമീറ്റർ അവേ ഫ്രം ദ സെന്റർ. സെന്ററിൽ നിന്നും 7 സെന്റിമീറ്റർ അവേ എന്നാ പറഞ്ഞത്. സെന്റർ O എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്നും ഞാൻ ഇവിടെ P എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് 7 സെന്റിമീറ്റർ കറക്റ്റ് വരച്ചിട്ടുണ്ട്. അത് കൂടാനോ പാടില്ല, കുറയാനോ പാടില്ല. സെറ്റ് അല്ലേ? ഇനി നമ്മൾ നമ്മളെ കോമ്പസ് എടുക്കുന്നു. യെസ്, വി ബ്രിങ്. എവിടെ പോയി എവിടെ യെസ്, നമ്മുടെ കോമ്പസ് കൊണ്ടുപോയി ഈ സെന്ററിൽ കൊണ്ടുപോയി വെക്കുന്നു. കുഴപ്പമില്ലല്ലോ. എന്നിട്ട് ഈ പറയുന്ന P വരെയുള്ള ലൈനിന്റെ പകുതിനേക്കാൾ കൂടുതൽ എടുക്കണം എന്നാ. അത് സാറേ കറക്റ്റ് എടുക്കണം നിർബന്ധമുണ്ടോ? ഇല്ല, പകുതിനേക്കാൾ കൂടിയാൽ മതി. അത് എത്രന്നൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. സാറ് ജസ്റ്റ് അവിടെ കൊണ്ടുപോയി വെച്ചിങ്ങാനിട്ട് സാർ എന്താക്കുന്നു അറിയോ? ഇവിടെ ഒരു ആർക്ക് ഇടുന്നു. ഇവിടെ എന്തിട്ടു? ഒരാർക്കിട്ടു. കുഴപ്പമില്ലല്ലോ. ഇതുപോലെ സാർ ഇതാ താഴത്തും ഒരു ആർക്ക് ഇടുന്നു. കണ്ടോ? അതേ അളവിലാട്ടോ, പിന്നെ അളവ് മാറ്റാൻ പാടില്ല. ഇതേ കോമ്പസ് എടുത്തുകാണ്ട് സാർ ഇതാ ഈ പറയുന്ന P എന്ന് പറയുന്ന പോയിന്റിലും കൊണ്ടുവച്ചു. അളവ് മാറ്റാൻ പാടില്ല, പാടില്ല, പാടില്ല. യെസ്, P കൊണ്ടുവച്ചുകാണ്ട് നമ്മളിതാ ഇവിടെ നിന്നും ഒരു ആർക്ക് ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ മുകളിലും ഒരാർക്ക് ഇട്ടു. കണ്ടോ? ഇനി നമ്മൾ കോമ്പസ് മാറ്റി വെക്കുകയാണ് കേട്ടോ. ദാ കോമ്പസ് ഇവിടേക്ക് മാറ്റിച്ചാണ് സാർ കോമ്പസ് പൂട്ടി വെച്ചു. കോമ്പസ് സൈഡിൽ നിന്നോട്ടെ, ഇപ്പൊ ആവശ്യമില്ല. നമുക്ക് ഈ പറയുന്ന 2 ആർക്കുകൾ തമ്മിൽ എന്താക്കേണ്ടതുണ്ട്? ജസ്റ്റ് യോജിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ 2 ആർക്കുകളും തമ്മിൽ കൂട്ടിമുട്ടിച്ചത് തമ്മിൽ നമ്മൾ ജസ്റ്റ് സ്കെയിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു വെക്കുന്നു. കുഴപ്പമില്ലല്ലോ. യെസ്, എവിടെ 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 യെസ്, ഈ പറയുന്ന 2 ലൈനും കൂടി കൂട്ടിമുട്ടിയ പോയിന്റിൽ നമ്മൾ നമ്മുടെ കോമ്പസിനെ കൊണ്ടുവെക്കുന്നു. യെസ്, എന്നിട്ട് നമ്മൾ ഈ പറയുന്ന സർക്കിളിന്റെ സെന്ററിലേക്ക് ഇതാ കറക്റ്റ് ഈ പറയുന്ന പോയിന്റിൽ വെക്കുന്നു. എന്നിട്ട് നമ്മുടെ നേരത്തെ സർക്കിളിന്റെ സെന്ററിലേക്ക് കോമ്പസ് വെച്ചിങ്ങാനിട്ട് നമ്മളിതാ വീണ്ടും ഒരു വട്ടം വരച്ചു. വരച്ചു, വട്ടം വരച്ചു. നിങ്ങൾ കണ്ടോടാ, 2 വട്ടങ്ങൾ വന്നില്ലേ? 2 വട്ടങ്ങൾ വന്നു. ഈ 2 വട്ടങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി ഈ പോയിന്റില്ലേ, ആ പോയിന്റിൽ നമ്മുടെ സ്കെയില് കൊണ്ടുപോയി വെക്കണം. അതുപോലെ തന്നെ ഈ P എന്ന് പറയുന്ന പോയിന്റിലും നമ്മുടെ സ്കെയില് കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ദാ അവിടെ നോക്കിയേ, P എന്ന് പറയുന്ന പോയിന്റിൽ സ്കെയിൽ വെച്ചിട്ട് അവിടെ നിന്നും ഈ സർക്കിളും കൂട്ടിമുട്ടിയ പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന വരയാണ് എന്തെന്ന് പറയുന്നത്? ടാൻജന്റ് എന്ന് പറയുന്നത്. അതും എവിടുന്നും? ഈ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും. ഇനി ആ P യിൽ നിന്നും സർക്കിളും കൂട്ടിമുട്ടിയ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. ആ പോയിന്റിലേക്കും നമ്മൾ വരയ്ക്കുന്നു. എവിടെ 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 നമ്മൾ അങ്ങനെയല്ല. ദാ ഇവിടെ വെച്ചിങ്ങാനിട്ട് ദാ ഇതിലെങ്ങനെ ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുന്നു. ഈ ലൈനിന് പറയുന്ന പേരാണ് ടാൻജന്റ്. ഇങ്ങനെ വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും വീണ്ടും ഒരു 3 മാർക്ക്. സെറ്റ് അല്ലടാ? സെറ്റ് അല്ലേ? യെസ് മക്കളെ, ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. ടാൻജൻസിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ. സാർ ട്രയാങ്കിൾ ആദ്യം വരച്ചു വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട. ഇത്രയേ ഉള്ളൂ. നമ്മൾ 9ാം ക്ലാസ് പഠിച്ചതാണ്. 9 സെന്റിമീറ്റർ താഴത്തെടുക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 7 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. ഇതിലുണ്ടല്ലോ ഈ താഴത്ത് സാർ 9 സെന്റിമീറ്റർ കറക്റ്റ് മെഷർ ചെയ്ത് എടുത്ത് വരച്ചിട്ടുണ്ട്. ഈ പറയുന്ന സൈഡ് 7 സെന്റിമീറ്റർ ആണ് ആൻഡ് ദിസ് സൈഡ് 8 സെന്റിമീറ്റർ ആണ്. ഇത് രണ്ടും എങ്ങനെ വരച്ചെന്നറിയോ? അടിയിലുള്ള 9 സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു. എന്നിട്ട് 7 സെന്റിമീറ്റർ നമ്മുടെ കോമ്പസിൽ എടുത്തു വെച്ചിട്ട് ഈ പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് ഒരാർക്ക് ഇങ്ങനെയും 8 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് തിരിച്ചൊരാർക്കും ഇട്ടു. കുഴപ്പമുണ്ടോടാ? ഈസി അല്ലേ? ട്രയാങ്കിൾ വരയ്ക്കാൻ നിങ്ങൾ 9ാം ക്ലാസ്സിലെങ്ങാൻ പഠിച്ചതാ? 10ാം ക്ലാസ്സിൽ സാറ് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോമ്പസിനെ എടുക്കുന്നു. ഈ കോമ്പസ് ഈ പറയുന്ന ട്രയാങ്കിളിന്റെ ഈ മൂലക്ക് കറക്റ്റ് കൊണ്ടുപോയി വെക്കുന്നു. യെസ്, എന്നിട്ട് ഈ പറയുന്ന ട്രയാങ്കിളിന്റെ 2 സൈഡിനെയും മുറിക്കുന്ന രൂപത്തിൽ സാർ ഒരു ആർക്ക് ഇടുന്നു. നമ്മൾ ആംഗിൾ ബൈസെക്ടർ എടുക്കാൻ പോവാട്ടോ. ഈ പറയുന്ന ആംഗിളിന്റെ ബൈസെക്ടർ എടുക്കാൻ പോവുകയാണ്. യെസ്, അതിന് നമ്മൾ ആദ്യം ഒരു ആർക്ക് ഇട്ടു. ആ ആർക്ക് ഇട്ട 2 പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരാർക്ക് ഈ പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് ഇട്ടു. അതുപോലെ തന്നെ ഈ പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു ആർക്ക് ഇട്ടു. കുഴപ്പമില്ലല്ലോ? ഇത് കറക്റ്റ് എടുക്കണം കേട്ടോ. മെഷർമെന്റ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ പണി പാളും. യെസ്, ഇതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കോമ്പസ് തിരിച്ചതാ ഈ പോയിന്റിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു. ഈ ട്രയാങ്കിൾ ഇവിടെ ജോയിൻ ചെയ്ത ഈ പോയിന്റിലേക്ക് കൊണ്ടുവെക്കുന്നു. യെസ്, നമ്മൾ അതേ അളവെടുക്കണം നിർബന്ധമൊന്നുമില്ല, അളവ് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് നമ്മൾ ഇതാ ഈ പോയിന്റിനും ഇവിടെ കിട്ട ഈ ഒരു ആർക്കില്ലേ, അതിന്റെ അളവുകൾ മാറാൻ പാടില്ല. യെസ്, വീണ്ടും നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. ഇപ്പുറത്തെ ആംഗിളിന്റെയും ബൈസെക്ടർ എടുക്കാൻ പോവുകയാണ്. ദാ ഈ പറയുന്ന കോമ്പസ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുപോയി വെക്കുന്നു. അതേ അളവിൽ അളവ് മാറ്റുന്നില്ല. ഞാൻ സാർ എല്ലാ അളവും സെയിം ആയിട്ട് എടുത്തത്. സെയിം എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ബട്ട് സെയിം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. യെസ്, ഈ പറയുന്ന കോമ്പസ് സാർ ഇവിടെയും കൊണ്ടുപോയി വെക്കുന്നു. ഈ 2 പോയിന്റിലും സെയിം അളവിൽ എടുക്കണം. ഇപ്പൊ നമ്മൾ എടുത്ത പോയിന്റും ഇപ്പൊ നമ്മൾ വരയ്ക്കാൻ പോകുന്ന പോയിന്റും സെയിം അളവിൽ എടുക്കുന്നു. യെസ്,
എന്നിട്ട് നമ്മൾ 2 ആംഗിൾ ബൈസെക്ടർ എടുക്കുന്നു. ഫസ്റ്റത്തെ ആംഗിൾ ബൈസെക്ടർ ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്. സാർ ജസ്റ്റ് ഒന്ന് അതിന് വരയ്ക്കാം. യെസ്, ചെറിയൊരു ചെരിവ് മതി നമ്മുടെ ചിത്രത്തിനെ മൊത്തം തെറ്റിക്കാൻ, അത് മതി. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഒരു പോയിന്റ് മാറിപ്പോയാൽ പരിപാടി കഴിഞ്ഞു. സാറിന് ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, എന്നാലും നമുക്ക് ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. ചെറിയ മിസ്റ്റേക്കുകൾ വരും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നെക്സ്റ്റ് നമ്മൾ ഇവിടെ എന്താക്കുന്നു, ഈ പോയിന്റിൽ ആദ്യം വരയ്ക്കുന്ന സമയത്ത്, ആദ്യമായിട്ട് നിങ്ങൾ നോട്ടിൽ വരയ്ക്കുന്ന സമയത്തൊക്കെ എന്തായാലും ഈ തെറ്റ് സംഭവിക്കും. ജസ്റ്റ് നിങ്ങൾ എന്താക്കുക, അത് ജസ്റ്റ് നോക്കി പിന്നീട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കണം. ഈ പറയുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് എടുത്തതിന് ശേഷം മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പണി പാളും. ഇവിടെ ഈ ട്രയാങ്കിളിന്റെ മൂല കറക്റ്റ് ആവണം. ഇവിടെയുള്ള ഈ സർക്കിളും ആർക്കും വരച്ചിട്ടുള്ള ഈ ഡോട്ടും എന്താവണം, കറക്റ്റ് ആവണം. എന്നിട്ട് നമ്മൾ ഈ 2 ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കണ്ടോ, ഇവിടെ ഒരു പോയിന്റ് കണ്ടോ, കൂട്ടിമുട്ടിയ ആ പോയിന്റിൽ നമ്മൾ നമ്മുടെ കോമ്പസ് കൊണ്ടുപോയി വെക്കുന്നു. കണ്ടോ? യെസ്. എന്നിട്ട് നമ്മുടെ ഈ പറയുന്ന ട്രയാങ്കിളിന്റെ ബേസിലേക്ക്, കറക്റ്റ് ബേസിലേക്ക് നമ്മൾ എന്താക്കുന്നു, എവിടെ ബേസിലേക്ക് നമ്മുടെ കോമ്പസ് വെക്കുന്നു. ഓക്കെ അല്ലേ? ഇതേ അളവിൽ തന്നെ വരണം എല്ലാ സൈഡിലും. വന്നില്ലേ? ഇല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കി വെക്കണം. അവിടെ സെൻട്രലല്ല. യെസ്, കറക്റ്റ് സെൻറ്ററിലേക്ക് വെച്ച് കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സർക്കിൾ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുമ്പോൾ, എടാ പോയോ ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് വരാൻ പാടില്ല കേട്ടോ. ബട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫിഗർ വരയ്ക്കുന്നത്. ഇവിടെ പുറത്തേക്ക് വന്നതിന്റെ റീസൺ സാറ് പറഞ്ഞുതരാം. ഇവിടുത്തെ മെഷർമെന്റുകളിൽ ചെറിയ മിസ്റ്റേക്കുകൾ, നമ്മളെ ലൈനൊക്കെ വരയ്ക്കുന്ന സമയത്ത് ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവും. ആദ്യമായിട്ട് നിങ്ങൾ നോട്ടിൽ വരയ്ക്കുമ്പോഴും ഇങ്ങനത്തെ തെറ്റ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അതിനെന്താക്കണ്ട, ടെൻഷൻ ആവേണ്ട. ഇങ്ങനെ വരച്ച് കഴിയുന്നതോടുകൂടി, ഈ പറയുന്ന രീതിയിൽ വരച്ച് കഴിയുന്നതോടുകൂടി ഇവിടെയുള്ള ചെറിയൊരു സംഭവം ഉണ്ടാവും. അത് ജസ്റ്റ് നിങ്ങൾ പെൻസിലോടൊക്കെ അത് ഷെയ്ഡ് ചെയ്താൽ മതി. അത് എപ്പോഴും ഉണ്ടാവണം നല്ലട്ടോ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് നോട്ടിൽ വരയ്ക്കുന്ന സമയത്ത് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അത് പിന്നീട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് എന്താക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആക്കണം. അത് കറക്റ്റ് സർക്കിളിന്റെ ഉള്ളിൽ ഇവിടെ തട്ടാണ്ടും ആയി പോകരുത്, ഇവിടെ അങ്ങനെ പുറത്തേക്ക് ചാടിയും പോകരുത്. കറക്റ്റ് 3 സൈഡും സർക്കിൾ ഇങ്ങനെ തട്ടി നിന്നാൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 4 ചിത്രങ്ങളാണടാ. ഈ 4 ചിത്രങ്ങളും സാർ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, ഒന്നാമത്തത് യെസ്, ദിസ് ഈസ് അവർ ഫസ്റ്റ് ഫിഗർ. യെസ്, ഒരു സർക്കിൾ വരച്ച് ആ സർക്കിളിലൂടെ ഒരു പോയിന്റിലൂടെ എന്ത് വരയ്ക്കുന്നു, ടാൻജന്റ് വരയ്ക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സർക്കിൾ വരച്ചിട്ട് അതിന്റെ പുറത്തൂടെ 3 ടാൻജന്റ് വരച്ചിട്ട് ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലാക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ, ഒരു സർക്കിൾ വരച്ചിട്ട് നമ്മൾ അതിന്റെ പുറത്തൊരു പി എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്തി സർക്കിളിലേക്ക് 2 ടാൻജന്റ് വരയ്ക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ആദ്യം നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കും, എന്നിട്ട് അതിന്റെ ഇൻസർക്കിൾ വരയ്ക്കും. ഇത് 4ഉം സെറ്റാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ കൃത്യമായിട്ട് ഈ പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഇറ്റ്സ് മീ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RK Next. ബൈ, സീ യു ലേറ്റർ.